കേശവമാമൻ്റെ പപ്പട കമ്പനിയിൽ നിന്ന് വന്ന വാഹനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം വാഗണർ ഓൾറെഡി സെയിലുള്ള വാഹനമാണ്. നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഇവിടെ വാഗണർ വന്നു കഴിഞ്ഞാൽ അത് സെയിലായിരിക്കും. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സക്രിയ സ്റ്റീഫൻ. നമ്മളുള്ളത് ആലുവ 4-wheel ഡ്രൈവിലാണ്. ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ 3-4 എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വാഹനം, അതായത് നമ്മൾ സ്വിഫ്റ്റ് പരിചയപ്പെട്ടു. ഈ സ്വിഫ്റ്റ് അല്ല, വേറെ പുതിയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് പരിചയപ്പെട്ടു. നമ്മളിനി അടുത്തത് പരിചയപ്പെടുന്നത് എന്താ പറയുക, വാഗണാറാണ്. വാഗണാർ ബേസിക്കലി എനിക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു വാഹനമാണ്. പക്ഷേ 80s കിഡ്സിന്, നമ്മുടെ 90s കിഡ്സിൻ്റെ ഒക്കെ ഒരു പിൻതലമുറയ്ക്ക്, മുമ്പുള്ള തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. മൈലേജ്, അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി വൈസ് ഒക്കെ നോക്കുമ്പോൾ ആൾക്കാർ പൊതുവേ ഇതിലോട്ട് ചായും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ SUV കൂടെ കിടന്നിട്ട് പോലും ഇതിന് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി കണ്ണുകൊണ്ട് വളരെയധികം നല്ല രീതിയിൽ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നൊരു വാഹനമാണ്. അതുപോലെ തന്നെ നല്ല മൈലേജ് ഉള്ളൊരു വാഹനമാണ്. പിന്നെ സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് നിങ്ങൾക്കത് അടിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അതൊരു കോമൺ ഫാക്ടറായിട്ടൊന്നും ഞാൻ പ്രസ്താവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പേര് എൻക്വയറി ചോദിക്കുന്ന, ധാരാളം പേര് ആസ്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് വാഗണാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനമുള്ളത്. 2020 മോഡലാണ്. 89,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 4,65,000 ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ആ കിടക്കുന്നത്. പിന്നെ നമുക്ക് VXI വേരിയൻ്റ് ആണ്. VXI വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാവിയിൽ തന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലാണ് നമുക്ക് അലാം സിസ്റ്റംസും ആഡ് ചെയ്ത് ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ORBM മിററാണെന്ന് തോന്നുന്നു. അതെ, ORBM ആണ്. അതിൽ ഓട്ടോ ഫോൾഡിങ് ഒന്നും വരുന്നില്ല. ഫോൾഡ് ചെയ്യാണെങ്കിൽ നമ്മൾ മാനുവലി തന്നെ ഫോൾഡ് ചെയ്യണം. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. VXI ആണ്, പക്ഷേ ബ്ലൂടൂത്ത് അതിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം ഹൈറ്റുള്ള സീറ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോളിസ്റ്റ് വർക്ക് കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത ഒരു വാഹനമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. വൈറ്റ് കളറിൽ ഇൻറ്റീരിയർ ആണ് മൊത്തത്തിൽ വരുന്ന. ഡാഷ് ബോർഡിലടക്കം വൈറ്റ് കളറാണ്. അതൊന്നും നമുക്കങ്ങനെ അധികം സ്പോയിലൊന്നും ആയിട്ടില്ല. ലാസ്റ്റ് കസ്റ്റമർ യൂസ് ചെയ്തൊരു കണ്ടീഷനിൽ തന്നെയാണ് വാഹനം ഉള്ളത്. ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ എനിക്ക് ഈ വാഹനത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ 1-2 ആക്സിഡൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുന്ന ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനം ഏകദേശം ഈ പറഞ്ഞ പോലെ 81,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഈ 81,000 കിലോമീറ്റർ വാഹനം ഓടിയപ്പോൾ ഇത്ര നാൾ ഇതിന് ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവും. നമുക്ക് വാഹനം നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കുക. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രൈവറിന് ഒരിക്കലും ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഒരു ഫാക്ടറേ അല്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കേശവ മാമന്മാരല്ലേ പഴയ ആൾക്കാർ ഇതിനോട് ചായുന്നതിൽ എനിക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല. പിന്നെ നല്ല നല്ല വാഹനങ്ങൾ മാരുതിയുടെ തന്നെയാണെങ്കിലും അത് ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ ജനറേഷൻ്റെ തൊട്ട് മുമ്പുള്ള സ്വിഫ്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ധാരാളം വാഹനങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ, ഈവൻ ഈ XUV പോലും നമുക്കൊരു 5 lakhs അടുത്ത് നമുക്ക് വാഹനം വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് 5 lakhs ഒരു എക്കോ സ്പോർട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ധാരാളം, എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ചോയ്സാണ് വാഹനം ഏത് വേണമെന്നുള്ളത്. പിന്നെ ഈ വാഹനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൈലൻ്റ് ആണ്. ഓണായി കഴിഞ്ഞാൽ ഇത് അറിയത്ത് പോലുമില്ല. ഡോറൂടെ ക്ലോസ് ചെയ്താൽ തീരെ ഒരു നോയ്സ് പോലും നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. ലോ ഫ്യൂവൽ റാണിങ് ഒക്കെ ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പാറ്റേൺ കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓട്ടോമാറ്റിക് AC അല്ല വരുന്നത്, മാനുവൽ AC ആണ് വരുന്നത്. വളരെ സൈലൻ്റ് ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ കണ്ട സ്വിഫ്റ്റിൻ്റെ സെയിം എഞ്ചിനാണ് ഇത് വരുന്നത്. 1.2 ലിറ്റർ ആണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. സെയിം ആ സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നല്ല ഹെഡ് റൂം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൺവൈസറിൽ നമുക്ക് ഗ്ലാസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വരുന്നില്ല, ഡ്രൈവർ സൈഡ് വരുന്നില്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള റിവേഴ്സ് മിറർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഓവറോൾ ഇതിൽ എയർ ബാഗ് ഒന്നും വരുന്നില്ല.
പക്ഷേ ഇതിൽ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. ഇത് VXI മോഡലാണ്. അതിൽ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഫങ്ഷൻസിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് മോഡഡ് ആയിട്ടുള്ള സ്വിച്ചസിൻ്റെ കാര്യമാണ് വരുന്നത്, അല്ലാതെ മറ്റേ നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ ആക്സിലേറ്റർ ടൈപ്പ് സ്റ്റിയറിങ്ങിൻ്റെ കാര്യങ്ങളല്ല വരുന്നത്. ചിലർ ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഈ സ്വിച്ചസ് വരുന്നതിനെ ക്രൂയിസ് കൺട്രോൾ എന്ന് വിളിക്കും. അത് അങ്ങനെ ഒരു ക്രൂയിസിങ് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ക്രൂയിസ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമ്മുടെ ഷെവർലയുടെ ക്രൂയിസ് തൊട്ടാണ് നമുക്ക് ക്രൂയിസ് കൺട്രോളൊക്കെ ഇന്ത്യയിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ അതിൽ നമ്മുടെ ആക്സിലേറ്റർ പെഡലിൽ നമുക്ക് കാല് വെക്കേണ്ട കാര്യമില്ല. ഒരു ലിമിറ്റഡ് സ്പീഡ് നമ്മൾ ഒരു ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനം ആ ഒരു സ്പീഡ് ഓട്ടോമാറ്റിക് ലിമിറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, നമ്മൾ ആക്സിലേറ്ററിലോ ബ്രേക്കിലോ കാല് വെക്കുന്നത് വരെ. അപ്പോൾ അതിനെയാണ് ക്രൂയിസ് കൺട്രോൾ എന്ന് ശരിക്കും പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പോഴും നമ്മളിവിടെ ചില വാഹനങ്ങൾ പറഞ്ഞത് ഇതിനെ ക്രൂയിസ് കൺട്രോൾ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വാഗണാർ ഞാൻ ഇതിനു മുമ്പൊന്നും നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാരണം വാഗണാർ ഓൾറെഡി സെയിലുള്ള വാഹനമാണ്. നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഇവിടെ വാഗണാർ വന്നു കഴിഞ്ഞാൽ അത് സെയിലായിരിക്കും. അത് വാഗണാറിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്, റീസെയിൽ വാല്യൂ. അപ്പോൾ നമ്മുടെ പരിചയപ്പെടുന്ന വാഗണാർ ഇതാണ്. ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ റിവേഴ്സ് സെൻസർ കാര്യങ്ങളുണ്ട്, ഇതിൽ ക്യാമറ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഫങ്ഷനിലാക്കി എടുക്കണം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അവർ ഊരിയെടുത്തതായിരിക്കാം. അപ്പോൾ എന്തായാലും ഓവറോൾ നമുക്ക് ടയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 25,000 കിലോമീറ്ററൊക്കെ ഓടാൻ തക്കതായിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ലുക്ക് വരുന്നത്. ഷാർഫിൻ ആൻറ്റിനി ഒന്നുമല്ല വരുന്നത്, നോർമൽ ടൈപ്പ് ഒരു ആൻറ്റിനയൊക്കെ വന്നിട്ടുണ്ട് മേളിൽ. പിന്നെ ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല ടോൾ ബോയ് ആണ്. ടോൾ ബോയ് മാത്രമല്ല, ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഡോറും തുറക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് കയറിയിരിക്കാനും ഇറങ്ങാനും പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫ്രണ്ടിലിപ്പോൾ എനിക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന സീറ്റിങ്ങിലാണ് വാഹനം ഉള്ളത്. കുറച്ചുകൂടെ പുറകോട്ട് വരും, ഈ ഒരു ലെവലിൽ വരെ വരും. എന്നാൽ പോലും നമുക്ക് ലെഗ് റൂം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു വാഗണാറിൻ്റെ അകത്തിരിക്കുന്ന ഫീൽ. 3 പേർക്ക് ബാക്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ വാഹനത്തിൽ അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നല്ല രീതിയിൽ സ്പീഡ് എടുത്ത് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ അതനുസരിച്ച് സ്പീഡ് കുറച്ച് പോവുക. അപ്പോൾ ആ ഒരു ട്രാവലിംഗ് വെസൽ എന്ന് മാത്രമേ ഞാൻ ഈ വാഗണാറിനെ വാഗൺ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വാഗൺ എന്ന് മാത്രമേ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് വാഗണാർ എന്ന് പേരിട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിനൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ആസ്പെക്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ മാത്രമാണ്. ഓവറോൾ ഇന്ത്യക്കാർക്ക് പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ ഇന്ത്യക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കാർക്ക് പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്കാർക്ക് നല്ല വാഹനങ്ങൾ കൊടുത്താലും മോശം വാഹനങ്ങൾ കൊടുത്താലും അത് അവരുടേതായിട്ടുള്ള രീതിയിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തൊരു വാഹനമാണ് വാഗണാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാഗണാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,10,000 പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ഒന്നും അളന്നുള്ള വീഡിയോസൊന്നും നമ്മളങ്ങനെ ഇടാറൊന്നുമില്ല. വാഹനം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ട ഇൻഫർമേഷൻസ് മാത്രമേ നമ്മൾ പാസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ്സായി, അതായത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ സക്രിയ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്സ്.